ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൊഞ്ചുവൽ റൈറ്റ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഹിന്ദു മാരേജ് ആക്ടിലെ വകുപ്പ് 9-ലാണ് ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ RCR അല്ലെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൊഞ്ചുവൽ റൈറ്റ്സ്, അതുപോലെ തന്നെ ഈ RCRലൂടെ നമുക്ക് ഡിവോഴ്സ് അനുവദിച്ച് കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഈ വക കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വിവാഹവും വിവാഹേതര പ്രശ്നങ്ങളും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണ് നിയമവ്യവസ്ഥയിൽ. അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ വിവാഹം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ കോടതിയിലൂടെ സമീപിക്കുമ്പോൾ അതിന് വളരെയധികം ദൈർഘ്യമേറിയൊരു പ്രോസസ്സാണ്. അതുപോലെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വളരെ സങ്കീർണമായിട്ടുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഈ വീട്. അപ്പോൾ നമുക്കൊരു വിവാഹേതര പരിഹാരമായിട്ട് നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായിട്ടും ഒന്ന് ഡിവോഴ്സ്, രണ്ടാമത് വരുന്നതാണ് നൾ ആൻഡ് വോയിഡ്, അതായത് വിവാഹത്തെ പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്ത് തരുന്നൊരു പരിപാടി, മൂന്നാമതായിട്ടുള്ളതാണ് ജുഡീഷ്യൽ സെപ്പറേഷൻ, നാലാമതായിട്ട് വരുന്നതാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൊഞ്ചുവൽ റൈറ്റ്സ്. ഡിവോഴ്സ് എന്താണെന്ന് നമുക്കറിയാം. അതായത് ഭാര്യ ഭർത്താക്കന്മാർ കുറേ നാൾ ഒന്നിച്ച് താമസിക്കുന്നു. കുറേ നാൾ കഴിയുമ്പോൾ ഇവരിൽ ഒരാൾക്ക് ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഏതെങ്കിലും കാരണം കൊണ്ട് ഇവർക്ക് തുടർന്ന് അങ്ങോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വരാത്ത സാഹചര്യത്തിൽ ഇവരൊരു ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാരണങ്ങളൊക്കെ കോടതി പരിശോധിച്ചൊരു ഡിവോഴ്സ് ഇവർക്ക് അനുവദിച്ചു കൊടുക്കണം. ഇനി വിവാഹം റദ്ദ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തെ തുടക്കം മുതൽ തന്നെ വിവാഹത്തെ പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്യുക. അപ്പോൾ അവിടെ ബാധ്യതകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ട് വിവാഹം റദ്ദ് ചെയ്യുമ്പോൾ കോടതി അതിന് കാണിക്കുന്ന കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഇവിടെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. മൂന്നാമത്തെ ഇത് നമ്മൾ നോക്കിയതാണ് ജുഡീഷ്യൽ സെപ്പറേഷൻ. അതായത് വിവാഹബന്ധം അവിടെ നിലനിൽക്കുമെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരോ അകന്ന് മാറി താമസിക്കാനായിട്ട് കോടതി ഉത്തരവിടും. അപ്പോൾ അതിനെയാണ് ഈ ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലത്തേക്കോ അല്ലെങ്കിൽ കോടതി നിശ്ചയിക്കുന്ന ആ സമയപരിധിയിലേക്കോ. ഇനി നാലാമത് വരുന്ന ഒരു റിലീഫാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൊഞ്ചുവൽ റൈറ്റ്സ്. അപ്പോൾ മുകളിൽ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മറ്റു വീഡിയോകളിൽ ചർച്ച ചെയ്തതാണ്. ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോസ് പോയി കാണേണ്ടതാണ്. അപ്പോൾ എന്താണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൊഞ്ചുവൽ റൈറ്റ്സ്? റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കുക. ഈ കൊഞ്ചുവൽ എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വാക്കിൽ നിന്നുകൊണ്ട് ഉരുത്തിരിഞ്ഞതാണ്. ഭാര്യ ഭർത്താവ് എന്നാണ് ഈ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ അവകാശങ്ങളെ പുനഃസ്ഥാപിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്. അതായത് വിവാഹം കഴിയുന്നതിലൂടെ ഭാര്യ ഭർത്താക്കന്മാരാകുന്നു, അതോടുകൂടി വിവാഹ ജീവിതം പൂർണ്ണമാകുന്നു എന്ന് കരുതാനൊക്കില്ല. കാരണം ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില കടമകളും കടപ്പാടുകളുമുണ്ട്, ചുമതലകളുണ്ട്. അതെല്ലാം നിർവഹിക്കുമ്പോൾ മാത്രമാണ് ദാമ്പത്യ ജീവിതം അവിടെ പരിപൂർണമാകത്തുള്ളൂ. അപ്പൊ വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, ചില കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല. പക്ഷെ പുറമേ നോക്കുമ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു വീട്ടിൽ കഴിയുന്നുണ്ടാവും. കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയുകയാണ്. പക്ഷെ ഇവർ പരസ്പരം മിണ്ടാട്ടമോ അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു സഹകരണമോ ഒന്നും ഉണ്ടാവില്ല. പരസ്പരം അങ്ങോട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ പോലും ഏർപ്പെടാൻ ഇവർ വിമുഖത കാണിക്കാറുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില കടമകളും അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് ദാമ്പത്യ ജീവിതം പൂർണ്ണമാകത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഭാര്യ ചെയ്യേണ്ട ചുമതലകൾ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യേണ്ട ചുമതലകൾ ചെയ്യാതിരിക്കുക. അപ്പൊ അവരുടെ കടമകളിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒരു ഒളിച്ചോട്ടം നടത്താൻ ഇവർ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ല അങ്ങനെ നടത്തി കഴിഞ്ഞാൽ എതിർ കക്ഷിക്ക് ഇതിനിരയാക്കപ്പെടുന്ന ആൾ ആരാണോ അയാൾക്ക് കോടതിയിലേക്ക് ഒരു RCR ഫയൽ ചെയ്യാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്, ഭാര്യയുടെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്, വ്യക്തമായിട്ടുള്ള കാരണങ്ങളൊന്നുമില്ല, അങ്ങ് ഇറങ്ങി പോവാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഭർത്താവിന് ഒരു RCR കോടതിയിൽ ഫയൽ ചെയ്യാം. അതായത് ഭാര്യയോട് തിരികെ തന്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി അതിനൊരു ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി. അതുപോലെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വഴിക്ക് പോവാണ്, എവിടെയാണെന്ന് അറിയത്തില്ല, ഭാര്യയോട് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, അതുപോലെ തന്നെ ഭാര്യയുമായിട്ട് ഒരു രീതിയിലുള്ള ബന്ധമില്ല, എവിടെയോ പോയി താമസിക്കുന്നു, വേറെ ഏതോ പെണ്ണിന്റെ കൂടെയാണ് പോയി താമസിക്കുന്നതെന്ന് അറിയാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഭാര്യയ്ക്ക് ഒരു RCR കോടതിയിലേക്ക് നേരിട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പൊ കോടതി കൃത്യമായിട്ട് തന്നെ പരിശോധിച്ച് എന്ത് കാരണം കൊണ്ടാണ് അവർ മാറി താമസിച്ചത് എന്ന് അവരോട് രേഖാമൂലം തന്നെ ബോധിപ്പിക്കാൻ ആവശ്യപ്പെടും, ഒരു സമൻസ് പോകും. അപ്പൊ കൃത്യമായിട്ട് കോടതി പരിശോധിക്കുന്നത് ഇവര് വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ അല്ലെങ്കിൽ ഇവരുടെ ചെയ്യേണ്ട കടമകൾ ചെയ്യാതിരിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് കോടതി കൃത്യമായിട്ട് പരിശോധിക്കും. അപ്പൊ ഒന്നാമത്തെ എലമെന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യായമായ കാരണങ്ങളിലല്ലാതെ വീട് വിട്ടു പോവുക അല്ലെങ്കിൽ താൻ ചെയ്യേണ്ട ചുമതലകളിൽ നിന്ന് ഒളിച്ചോടുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ RCR പെറ്റീഷൻ നിലനിൽക്കത്തുള്ളൂ. ഭാര്യ വീട് വിട്ടു പോയെങ്കിൽ ഭർത്താവിന്റെ ക്രൂര പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ് ഭാര്യ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയതെങ്കിൽ RCR പെറ്റീഷൻ കൊടുത്തതുകൊണ്ട്
ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഭാര്യയ്ക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഈ ഭാര്യ ജോലിക്ക് പോകണം. അതായത് വീട്ടിൽ നിന്ന് മാറി കുറച്ച് അകലെയുള്ള സ്ഥലത്താണ് ഈ ഭാര്യ ജോലിക്ക് പോകുന്നതെങ്കിൽ അവിടെ ഭർത്താവിന്റെ അനുവാദം മേടിക്കാതെയാണ് ഈ സ്ത്രീ പോകുന്നതെങ്കിൽ ഈ ഭർത്താവ് ഇതേ തുടർന്ന് ഒരു RCR പെറ്റീഷൻ ഫയൽ ചെയ്യാണ്. അതായത് ഭാര്യയോട് തുടർന്ന് വീട്ടിലേക്ക് തിരികെ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു RCR പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും RCR പെറ്റീഷൻ കോടതിയിൽ നിൽക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം മതിയായ കാരണങ്ങളില്ലാതെയാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നതെങ്കിൽ മാത്രമാണ് ഈ RCR പെറ്റീഷൻ കൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് സമൻസ് ഭാര്യയ്ക്ക് പോയി കഴിയുമ്പോൾ ഭാര്യ കൃത്യമായി ബോധിപ്പിക്കുന്നത് തനിക്ക് കൃത്യമായിട്ട് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്ഥലത്ത് നിന്ന് മാറി നിന്നത് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും RCR പെറ്റീഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഒക്കില്ല. ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വീട്ടിൽ നിന്ന് മാറിപ്പോകുമ്പോൾ മാത്രമല്ല RCR. അത് സുപ്രീം കോടതി കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ പരസ്പരം സംസാരിക്കുക പോലും ചെയ്യാതെ, അല്ലെങ്കിൽ പരസ്പരം അവരുടെ കാര്യങ്ങളോ കടമകളോ ഉത്തരവാദിത്തങ്ങളോ ഒന്നും ചെയ്യാതെ ലൈംഗിക ബന്ധത്തിൽ പോലും ഏർപ്പെടാൻ വിമുഖത കാണിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ RCR ഫയൽ ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്, ഭർത്താവ് ഒരു RCR കോടതിയിൽ ഫയൽ ചെയ്തു, ഭാര്യ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വിമുഖത കാണിക്കുന്നു അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല, തന്നോട് ഒരു രീതിയിലുള്ള സഹകരണമില്ല. അപ്പൊ ഈ വക കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് RCR ഫയൽ ചെയ്തു. അപ്പൊ ഭർത്താവ് ഈ കാര്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി കോടതിയോട് ആവശ്യപ്പെട്ടത് ഒരു വെർജിനിറ്റി ടെസ്റ്റ്, ഒരു മെഡിക്കൽ ടെസ്റ്റ് ഭാര്യയ്ക്ക് മേൽ നടത്തണം. എങ്കിൽ മാത്രമേ ഈ ഭാര്യ താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് സ്ഥാപിക്കാൻ കഴിയുള്ളൂ എന്ന് കോടതിയോട് ആവശ്യപ്പെട്ടപ്പോൾ കൃത്യമായിട്ട് കോടതി അത് തള്ളുകയാണ് ചെയ്തത്. ആ കേസ് സുപ്രീം കോടതി വന്നപ്പോഴും അതിനെതിരായിട്ട് തന്നെയാണ് സുപ്രീം കോടതി നിലകൊണ്ടത്. സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുകയുണ്ടായി, ഒരിക്കലും ഒരു വെർജിനിറ്റി ടെസ്റ്റിലൂടെ ഭാര്യ കന്യകയാണോ അല്ലെങ്കിൽ ഭാര്യ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എന്ന് തെളിയിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് അവരുടെ ഒരു സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നാണ് സുപ്രീം കോടതി കൃത്യമായത് പറഞ്ഞത്. അപ്പൊ അത്തരം ടെസ്റ്റുകളോ മെഡിക്കൽ പരിശോധനയോ കൊണ്ടൊന്നും നമുക്കിവിടെ ആ വെർജിനിറ്റി അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധത്തിന്റെ സാധ്യത തെളിയിക്കാൻ ഒക്കില്ല, കോടതി കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്, RCR ഉണ്ട്. രണ്ട് പ്രോസസ്സ് തന്നെയാണ്, ഒന്നും മറ്റൊന്നിനെ ഹനിക്കുന്നില്ല. നമുക്കറിയാം DV ആക്ട്, ഗാർഹിക പീഡന നിരോധന നിയമം, അതിലൂടെയും കോടതി കൃത്യമായ ഉത്തരവുകളാണ് പുറപ്പെടുവിക്കാറുള്ളത്. ആ DV ആക്ട് കൃത്യമായി മജിസ്ട്രേറ്റ് കോടതിയിലാണ് നമ്മൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ RCR പെറ്റീഷൻ കൃത്യമായിട്ട് നമ്മൾ ഫാമിലി കോടതിയിൽ വേണം ഫയൽ ചെയ്യാനായിട്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, RCR പെറ്റീഷനകത്തൂടെ നമുക്ക് ഡിവോഴ്സ് അനുവദിച്ച് കിട്ടാനുള്ള വകുപ്പുണ്ടോ എന്നാണ് കൃത്യമായിട്ടൊരു സംശയമുള്ളത്. അതായത് RCR പെറ്റീഷൻ വഴിയുള്ള പ്രൊസീജിയറും അതുപോലെ തന്നെ ഡിവോഴ്സ് പെറ്റീഷൻ വഴിയുള്ള പ്രൊസീജിയറും രണ്ടാണ്. ഒരിക്കലും നമുക്കൊരു RCR പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിനകത്തൂടെ ഡിവോഴ്സ് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രയർ നടത്താനായിട്ട് ഒക്കില്ല എന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. എപ്പോഴാണ് നമുക്ക് പിന്നെ ഒരു ഡിവോഴ്സ് ഈ RCR പെറ്റീഷന്റെ റിസൾട്ടിലൂടെ നമുക്ക് കിട്ടുക എന്ന് നമ്മൾ നോക്കണം. അതായത് RCR പെറ്റീഷൻ ഫയൽ ചെയ്ത് കോടതി കൃത്യമായിട്ട് തന്നെ സമൻസ് അയച്ച് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എതിർകക്ഷിയുടെ കാര്യങ്ങൾ കൃത്യമായി കേട്ടതിന് ശേഷം RCRലൂടെ ഒരു ഓർഡർ, ഉത്തരവ് വരുന്നത് ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് തിരികെ തന്റെ ചുമതലകളിലേക്ക് അല്ലെങ്കിൽ തന്റെ ഭവനത്തിലേക്ക് തിരികെ വരാനാണ് കോടതി ഉത്തരവിടുക. അപ്പൊ ഇങ്ങനൊരു ഉത്തരവിട്ട് അടുത്ത 1 വർഷത്തിനുള്ളിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നിർവഹിച്ചില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റൊരു ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്യാം. അപ്പൊ ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് തന്നെ നമ്മൾ കാരണം കാണിക്കുന്നത്, ഇങ്ങനെ ഒരു RCR പെറ്റീഷൻ ഫയൽ ചെയ്തതിന്റെ ഉത്തരവിലൂടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കഴിഞ്ഞ 1 വർഷമായിട്ട് അത് നിറവേറ്റിയില്ല, അതുകൊണ്ട് ഡിവോഴ്സ് കിട്ടണം എന്ന് കാണിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് തന്നെ നമുക്കൊരു ഡിവോഴ്സ് അവിടെ അനുവദിച്ച് കിട്ടുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RCR പെറ്റീഷന്റെ പ്രൊസീജിയറും ഡിവോഴ്സ് പെറ്റീഷന്റെ പ്രൊസീജിയറും രണ്ട് രീതിയിൽ തന്നെ നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് RCRലൂടെ ഒരു കോടതി ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഭാര്യ തിരികെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരാൻ തയ്യാറാവുമ്പോൾ ഭർത്താവ് തിരികെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ഭാര്യയെ പുറത്താക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതായത് തുടർന്നൊരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഭാര്യ അകറ്റാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ ഈ കാരണം ഒരിക്കലും കാണിക്കാൻ ഒക്കില്ല. കാരണം ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോഴാണെങ്കിലും RCR പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോഴാണെങ്കിലും കൃത്യമായിട്ട് എതിർകക്ഷിയുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമായിരിക്കും കോടതി ഒരു തീരുമാനത്തിലെത്തുക. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു RCR പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളായിരിക്കണം ഇവിടെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവുക. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിൽ നിന്ന് മാറി താമസിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്റെ ചുമതലകളിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് താമസമാക്കിയിരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നിയമപരമായിട്ട് വിവാഹം കഴിഞ്ഞവരായിരിക്കണം.
അതായത് ഒരു RCR പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന വ്യക്തി എതിർകക്ഷിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ എതിർകക്ഷി ഈ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് നിയമപരമായിട്ട് വിവാഹം കഴിച്ച ആളുകളായിരിക്കണം. 2. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തന്റെ ചുമതലകളിൽ നിന്ന് മാറി വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് ന്യായമായിട്ട് ഒരു കാരണം അതിന്റെ പിന്നിൽ ഇല്ലെങ്കിൽ മാത്രമാണ് ഈ RCR പെറ്റീഷൻ കൊണ്ട് ഗുണമുള്ളൂ. അവിടെ ന്യായമായുള്ള കാരണത്തിന്റെ പുറത്താണ് ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വീട് വിട്ട് മാറി താമസിക്കുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് RCR പെറ്റീഷൻ അവിടെ നിലനിൽക്കില്ല എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഓർക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ RCR പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണാത്തതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.